അല്ല, മുകേഷിൻ്റെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? മുകേഷിന് ചാർജ് ഷീറ്റ് കൊടുത്ത് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത്, ഈ മുകേഷിനതായിട്ട് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് 2020. എന്നിട്ട് 2 തവണ മുകേഷിന് സീറ്റ് കൊടുത്തു. അപ്പോൾ അത് ശരിയാണ്, അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തു. വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം ഗുണകരമായതായി വിലയിരുത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. വെൽഫെയർ പാർട്ടിയായിട്ട് എല്ലായിടത്തൊന്നും ബന്ധം ഉണ്ടായിട്ടില്ല. ചില ഏരിയയിൽ മാത്രം പ്രാദേശികമായിട്ട് സഖ്യം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി LDFനെ സഹായിച്ചു. ചാല വാർഡിൽ. നാളെ റിസൾട്ട് വന്നതിന് ശേഷം കൂടുതൽ പറയാം. എന്നാൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. BJP വിജയിക്കാതിരിക്കാൻ ചില സ്ഥലത്ത് ഒരു UDFനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പറയുന്നത്. 1-2 സ്ഥലങ്ങളിൽ അവർ LDFനെയും സഹായിച്ചിട്ടുണ്ട്. അതിൽ ചാലാന്ന് ഞാൻ പറയാൻ കാരണം, ചാലയിൽ വെൽഫെയർ പാർട്ടി LDFൻ്റെ കൂടെയായിരുന്നു. അവിടെ ലീഗാണ് UDFന് വേണ്ടി മത്സരിച്ചത്. ഞങ്ങൾക്കൊക്കെ നല്ല വിജയപ്രതീക്ഷയുണ്ട്. എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് LDFന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത്. അല്ല, മൊത്തത്തിൽ പക്ഷേ UDFന് അനുകൂലം, മൊത്തത്തിൽ അവർ UDFൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് രഹസ്യമൊന്നും അല്ലല്ലോ. 2019 മുതൽ അവർ എടുത്ത ഒരു അഖിലേന്ത്യാ നിലപാടുണ്ട്. കോൺഗ്രസ് ആണ് മതേതര പാർട്ടി. ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു. അത്രയുണ്ടായി. എവിടെ ഈ ഇടതുപക്ഷത്തിനൊപ്പം ഈ വെൽഫെയർ പാർട്ടി കൂട്ടുകൂടിയതിൽ തെറ്റില്ല. അല്ല, അത് അവരുടെ ഇഷ്ടം. ഞങ്ങളങ്ങനെ പറയില്ലല്ലോ. LDFൻ്റെ കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി, ഞങ്ങളുടെ കൂടെ വന്നാൽ ജനാധിപത്യ പാർട്ടി. ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല. അവർ പിന്തുണയ്ക്കുന്നതാണോ അതോ നിങ്ങൾ സഖ്യമായിട്ട് തന്നെയാണോ? അല്ല, പിന്തുണയ്ക്കുന്നതാണ്. അല്ല, സഖ്യമൊന്നുമില്ല. സഖ്യം UDFൻ്റെ അകത്തുള്ള കക്ഷികളായിട്ട് മാത്രമേ അലയൻസ് ഉള്ളൂ. പരസ്പര ധാരണകൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുണ്ടായിട്ടുണ്ട്. അത് 2019 ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉന്നയിച്ച പ്രധാന വിഷയം ഇത് തന്നെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് LDFന്. ഞങ്ങൾ 2019 വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ഉണ്ടാക്കി. അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത്. വർഗീയ പാർട്ടി എന്നുള്ള എനിക്കല്ല കോൺഗ്രസിനെ പിന്തുണച്ചത്. വെൽഫെയർ പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്.